കണ്ടോ പെടക്കണ മീൻ ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ബാക്കി നമ്മളെല്ലാവരും ജൂജിനെയും കൊണ്ടൊക്കെ നമ്മൾ ഈ ഒരു ചെറിയ ബോട്ടിൽ കയറിയിട്ടോ. അതിനുശേഷം വീണ്ടും ഇക്കയും ഫ്രണ്ട്സുകളും കൂടി പോയിട്ട് ഒരുപാട് നല്ല അടിപൊളി വീഡിയോസ് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം അതിൻ്റെ ഇടയിൽ അവർ ഓരോരുത്തർ മീനിനെ ഫ്രഷ് മീനിനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ഓൺ വോയിസ് ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ജൂജുവിൻ്റെ ഫുൾ കരച്ചിലാണ്. അവനക്ക് ഉറക്കം വന്നിട്ടാന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് കരഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് മീനിനെ പിടിച്ച് കൊടുത്തിട്ടൊന്നും വലിയ ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ നല്ല ഒരുപാട് മീനുകളങ്ങനെ കൊണ്ടുവന്നിട്ട് അവർ ഈ ഒരു കവറിൽ കൊണ്ടുപോയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇക്ക ക്യാമറ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളത് അബ്ദുവിൻ്റെ വൈഫാണ് കേട്ടോ. അപ്പം അവരും കമ്പനിക്കുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു രണ്ട് എന്താ പറയുക ഈ ഒരു ബോട്ട് പോലെയുള്ള സംഭവമില്ല അത് രണ്ടും കെട്ടിയിട്ടിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പം ഇഷ്യൂ കണ്ടില്ല, അവൻ ഭയങ്കര കൂളായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവന് അങ്ങനെ വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ സമയം വൈകുന്നേരം ആവുന്തോറാണ് വെള്ളം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ കാഴ്ചകളാണ്. പിന്നെ അതുപോലെ തന്നെ എടുത്തിട്ടുള്ള ഒരുപാട് നല്ല അടിപൊളി വീഡിയോസ് ഉണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ നീരാളിയിൽ ഒക്ടോപ്പസിനെ പിടിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മാക്സിമം കാണാം. കടലിൻ്റെ അടിത്തട്ടും ഒക്കെ നമുക്ക് ഭംഗിയിൽ തന്നെ കുറേയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ.
അതാ കുക്കപ്പർ. അത് കടിച്ചോ? ജീവല്ല എന്തുവാ? എവിടെ മീനോടെ? കണ്ടോ കണ്ടോ, പെടക്കണ മീന്, പെടക്കണ മീൻ. പെടക്കണ മീൻ. അപ്പം ആ ഒരു ഫിഷിനെ കുത്തിയപ്പോൾ കണ്ടില്ല, ഭയങ്കരമായിട്ട് വീർത്ത് പൊങ്ങിയത് അപ്പം റൗണ്ട് ബോൾ പോലെ ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു സാഹസിക പ്രകടനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, കക്ക ഉള്ള ഒരു എന്താ പറയുക, അതിന് ആ ഒരു തോടിന് എന്താ പറയുക, എനിക്ക് കരയിട്ട് അറിയില്ല കേട്ടോ, അതെടുക്കുകയാണ്. അപ്പം അതെടുക്കുന്ന ഒരു എന്താ പറയുക, അത് മെല്ലെ പൊട്ടാണ്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ 2 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു പുറമേയുള്ള ഷെല്ല് അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പം അതാണ് ഇവർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കമ്പി യൂസാക്കിയിട്ടാണ് ജസ്റ്റ് ഇളക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഞാൻ വിചാരിക്കും ഇവരെങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത്, അവർക്ക് ഒരുപാട് ഇവിടെ എന്താ ജനിച്ചു വരുന്ന ആൾക്കാരല്ല, അവർക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് ഈ ഒരു ഐറ്റംസും മനസ്സിലാവുന്നുണ്ട്. ആക്ച്വലി ജൂജുള്ളതുകൊണ്ടാട്ടോ എനിക്ക് വല്ലാണ്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. അവനക്ക് ഉറക്കം വന്ന പാടും അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അവനക്ക് പിന്നെ എന്തോ ആ ഒരു സമയത്ത് നമ്മളെന്തോ ഫുഡിൻ്റെ ഐറ്റംസ് അവൻ്റെ അടുത്ത് കഴിച്ചുകൊണ്ടാണ് അവൻ കരഞ്ഞ് ആ അലമ്പാക്കി കേട്ടോ. അപ്പം ഈ സമയത്തൊക്കെ ഇക്ക് ഫ്രീ ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നിന്നിട്ടുള്ളതാണ്. അപ്പം അവരൊരുപാട് ഇഷ്യൂം ഇക്കൊക്കെ അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് കടലിൻ്റെ അടിത്തട്ടിൽ കേട്ടോ. മാക്സിമം അങ്ങനെ ആ ഒരു കക്കയുടെ ആ ഒരു ഇത് ഷെല്ല് ജസ്റ്റ് ഒന്ന് പൊട്ടി ഇളക്കിയെടുക്കുകയാണ് ഇതിൻ്റെ കൂടുതലായിട്ട് എനിക്ക് പറയാറില്ല. അപ്പോൾ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾക്ക്. ഇഷുമോനും ഇവരെ കൂടെ ഭയങ്കരമായിട്ട്. പിന്നെ ഈ വീഡിയോ ഞാൻ പിന്നെ പുറത്ത് നമ്മൾ കരയിലെത്തിയ ശേഷമാണ് കേട്ടോ പിന്നെ കാണുന്നത്. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കാരണം അങ്ങനെയൊക്കെ എന്താ പറയുക, കുറേയൊക്കെ ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ ക്യാമറ ഇട്ടിട്ട് തന്നെ എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് കവറൊക്കെ എടുത്തിട്ട്. പക്ഷെ നമ്മൾ പിടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം കാരണം കുറച്ചൊക്കെ ക്ലാരിറ്റി കുറച്ചൊക്കെ കുറവായിട്ടുണ്ട്. അപ്പം അതിതാ അവർ വളരെ പാടുപെട്ടിട്ട് തന്നെ കേട്ടോ ഇളക്കിയെടുക്കുന്നത്. അതായത് എന്താ പറയുക, ഇതിൻ്റെ ഇടയിൽ ക്യാമറൻ്റെ മുമ്പിലേക്ക് ഇഷ്യൂ വന്നിട്ടോ തുഴഞ്ഞതാണ് ആ വീഡിയോ. അങ്ങനെ എന്താ പറയുക, ഒരു ബബിൾസൊക്കെ വന്നിട്ടോ. എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടിയാലും അവരങ്ങനെ 2-3 എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഇൻഷാ അല്ലാ ഞാൻ കരയിലെത്തിയിട്ട് നമ്മൾ ഉള്ള വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്.
വള്ളത്തിൽ കിടക്കണല്ലോ. ക്ലിയറിന്റെ വീഡിയോ എടുത്തൊക്കെ ഉണ്ടോ? പാവം എല്ലാരും കൂടെ അതിനെ കൂടി ഉപദ്രവിക്കുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് റിട്ടേൺ പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു ഒക്ടോബസിനെ വീണ്ടും കണ്ടിട്ട് അവരെല്ലാവരും കൂടെ കൂടിയിട്ട് ട്രാക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലേ ഇവിടെ ആയ മോശേ അടി കളിക്കൊക്കെ വള്ളത്തിന്റെ അടി കാട്ടി കൊടുത്തേക്ക. അടിക്കൂലത് മറ്റോന്റെ കൈക്കൊന്ന പറ്റും. അപ്പോ നമ്മൾ അപ്പലെ പൊട്ടി തേഞ്ഞു നല്ല മുട്ടി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക വീഡിയോ എടുക്കാൻ പറ്റും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇതിനെ ഈ ഒരു കമ്പിയിൽ കോർത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിങ്ങനെ എന്താ പറയുക ചത്തുപോകും കേട്ടോ. അതിനുശേഷം നമ്മളിതാ ഇതിനെ ക്ലീനാക്കിയ ശേഷം അബ്ദു ആണ് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അബ്ദുവിൻ്റെ വൈഫ് വീട്ടിൽ വെച്ചിട്ട് നമ്മൾ പൊറാട്ടയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റിൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇനി നമ്മൾ റിട്ടേൺ കരയിലേക്ക് തന്നെ പോവാണ് കേട്ടോ. നല്ല ജീവൻ കൊക്കട്ടോ. അടിപൊളിയായില്ലേ ലക്ഷദ്വീപിൽ വന്നിട്ട് പിന്നെന്താ ക്ലിയർന്നോ? ചെയ്യണല്ലേ വേണ്ട വേണ്ട. അങ്ങനെ നമ്മൾ കരക്കെത്തി. ഇന്നൊരു വൈഫൈൻ്റെ അവിടെ പോണം ബ്രോ. ഇവിടെ മതിയോ? ഇമ്മേ അങ്ങേ പോണേ ആ തെങ്ങ് വരെ
ആരേ എടാ ഇതൊക്കെ നിന്ന് ഇറക്കിയൊക്കെ അതുകൊണ്ടാണ് നീങ്ങാത്തെ. വെറുതെ അല്ല, ആ വെള്ളം ഈ ഷൂ ഒക്കെ അതിലല്ലേ, അതാണ് ആ കാനം. അപ്പൊ ഹലോ ഗൈസ്, ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞ് അപ്പരകുത്തലൊക്കെ കഴിഞ്ഞ് ഒരു ഡിങ്കി ഷെഡ് കയറ്റി, അടുത്ത ഡിങ്കി ഷെഡ് കയറ്റാൻ പോവാണ്. ഓ എന്നാ പോലെ അടുത്തോണ്ടേ നമുക്ക് ഈ ഒരു എന്താ പറയുക ബോട്ട് പോലെയുള്ള ഈ സംഭവം അങ്ങനെ കയറ്റുന്നത് ഭയങ്കര റിസ്ക് ഉള്ളതെന്ന് അത്ര ഒന്നും ആലോചിച്ചില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം വെച്ചിട്ടാണല്ലോ ഇവരെല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ നല്ലൊരു അനുഭവം ലക്ഷദ്വീപിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര താങ്ക്സ് അവരോട്, ഒരിക്കലും താങ്ക്സ് പറഞ്ഞാൽ അത്രയും മതി വരില്ല. കാരണം നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം അവർ എത്രയോ റിസ്ക് എടുത്തിട്ടാണ്. അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. ഇക്കായോടുള്ള ഇഷ്ടം, നമ്മളോടുള്ള ഇക്കായോടുള്ള ഫ്രണ്ട്ഷിപ്പ്, അതിൻ്റെയൊക്കെ ഒരു വാല്യൂവിൻ്റെ ബേസിൽ തന്നെ കേട്ടോ അവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു അടിപൊളി മൊമെൻറ്റ്സൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. ശരിക്കും ഇവരില്ലെങ്കിൽ ഞങ്ങൾക്ക് ലക്ഷദ്വീപ് ഇത്രയോളം അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല എന്ന് തീർത്തും തന്നെ പറയാം കേട്ടോ. ഒരിക്കലും ലക്ഷദ്വീപ് എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ ഇപ്പം ഭയങ്കര അടിപൊളി ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണ്. അപ്പം ഇവരുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ അടിപൊളിയുള്ളൊരു നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള അബ്ദു, ഷെഫീഖ്, പിന്നെ നിഷാദ്, റാസിക്ക്, ഹുസൈന്, പിന്നെ ഷമീർ, അപ്പോൾ ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക് എടുത്ത് ഇങ്ങനെ ഒരു നല്ലൊരു എൻജോയബിൾ ആയിട്ടുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പ് തന്നു കേട്ടോ ഈ ഒരു എന്താ പറയുക കടലിൻ്റെ അടിത്തട്ടിൽ. അപ്പം എന്തായാലും എനിവേ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പ്രത്യേകിച്ച് അബ്ദുവിൻ്റെ വൈഫ് നമുക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്തിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. വാ പോരെ അപ്പല് രണ്ടപ്പല്ലേ ഒന്നുകൂടെ ഒന്ന് ചെറുതാ. യെസ്, മൂന്നപ്പല് ഇങ്ങോട്ട് വന്നേ. വെളുത്തൂലേ, ഇനി കളർ ഇങ്ങനെ മാറൂലേ. ഓക്കെ മാറിക്കേ. എന്തോ ഒരു ചുരുക്കില്ലൊരു മീനിനെ കൊണ്ടുവന്ന് അല്ലേ. ഓക്കെ ഭംഗി കാണുന്നുണ്ടോ ശരിക്കിന്?
അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു സമയത്ത് അവർ പിടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മീനുകൾ കാണിച്ചിരും. മെയിൻ പിടിക്കണം വെച്ച് പോയതല്ലല്ലോ ഒരിക്കലും ഒരു ഒക്ടോപ്പസിനെ കണ്ടാൽ പിടിക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ മാത്രമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കാണിച്ചുതരാം മീനുകളും പിടിച്ചിട്ടുള്ള മീനുകളും എന്തൊക്കെ നല്ല ഭംഗിയുള്ള എൻ്റെ പേരുകളൊന്നും പറയാൻ അറിയില്ല കേട്ടോ. നല്ല അടിപൊളി ഭംഗിയുള്ള മീനുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം ഇതെന്തായാലും നമ്മളെല്ലാം അബ്ദുവിൻ്റെ വീട്ടിലേക്കാണ് കൊടുത്തുവിട്ടത്. അവരെന്തായാലും ഇത് റെഡിയാക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല കക്ക, അപ്പം ആ ഒരു ഷെല്ല് പോലെയുള്ളത് അത് ഇതിൻ്റെ ഉള്ളിലാട്ടോ. ഇതൊന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്, മറ്റത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗത്താണ് ഇതിൻ്റെ കാമ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. കണ്ടില്ല ഈ ഒരു കാമ്പ് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു അടിപൊളി വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ വീഡിയോ മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇനിയും ലക്ഷദ്വീപിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങളിതൊരു മടുപ്പോടെ കാണരുത്, ഭയങ്കര എൻജോയ് ആക്കിയിട്ട് കാണുക. അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഇപ്പോൾ ബൈ.